ക്രിക്കറ്റ് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ എന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ ഇനിയും പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ക്രിക്കറ്റ് ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്. അതിൻ്റെ ഫൈനൽ നടക്കാൻ പോവുകയാണ് ലോർഡ്സ്. ഈ ഒരു ഫൈനൽ നടക്കാൻ പോകുന്ന ഓസ്ട്രേലിയയും അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയും തമ്മിലാണ്. എന്തായാലും ഈ ഒരു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ എല്ലാവരും ഇന്ത്യയെ പ്രതീക്ഷിച്ചിരുന്നു. സോ ഇന്ത്യ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ഫൈനൽ കളിക്കുക, അതുകൊണ്ട് തന്നെ ഏതാണ്ട് 45 കോടി രൂപയുടെ നഷ്ടമാണ് ICCക്ക് ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഏതാണ്ട് എന്താ പറയുക, 150 യൂറോ സംതിങ്ങിനൊക്കെ സെയിൽ ചെയ്യാൻ വെച്ച ടിക്കറ്റാണ് ഇപ്പോൾ 50-നും 90-നും ഇടയിൽ സെയിൽ ചെയ്യുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതായത് വലിയ രീതിയിൽ അവർ പ്രൈസൊക്കെ ഡ്രോപ്പ് ചെയ്താണ് ഇപ്പോൾ ടിക്കറ്റ് സെയിൽ നടത്തുന്നത്. എന്തായാലും കുറേ കൂടി എന്താ പറയുക ടിക്കറ്റുകൾ വിറ്റ് പോകാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഒന്നും വിറ്റ് പോകുന്നില്ല. ഇത് പറഞ്ഞാൽ ഇന്ത്യ കയറിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കാലി ആയതിനായിരുന്നു ടിക്കറ്റ്. ബട്ട് അങ്ങനെയല്ലല്ലോ ഇപ്പോഴത്തെ അവസ്ഥ. സോ എന്തായാലും ആരും കളിക്കാതെ സ്പോർട്സിൽ നമ്മൾ രാജാവായിട്ട് കാര്യമില്ല. ഒളിമ്പിക്സ്, ഫുട്ബോൾ പോലത്തെ സ്പോർട്സിലൊക്കെയാണ് നമ്മൾ മികച്ചു നിൽക്കേണ്ടത്. സോ അതിനൊരു എക്സാമ്പിളാണ് ഈ ഒരു കാര്യം എന്നൊക്കെ പറയുന്നത്. സോ അത് എത്രത്തോളം നാളെ നമ്മുടെ എന്താ പറയുക ഇന്ത്യയുടെ സ്പോർട്സ് മിനിസ്റ്ററൊക്കെ മനസ്സിലാക്കുമെന്ന് കണ്ടു തന്നെയാണ്. എന്തായാലും ഒളിമ്പിക്സിലൊക്കെ ഇപ്പോൾ നല്ല ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. അത് ഫുട്ബോളിലൂടെ കണ്ടു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം ഒളിമ്പിക്സ് നമ്മൾ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നു. അതൊക്കെ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. സോ ഇപ്പോഴും നമ്മൾ ഫുട്ബോളിലൂടെ ആ ഒരു ലെവലിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കണം. OCA ഒക്കെ എല്ലാം കാറ്റഗറിയിലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാൻ